ഒക്ടോബർ 2 രാത്രി 10 മണി. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങി. സ്വപ്നം കണ്ടതേയില്ല. ഞാൻ ബോധമറ്റുറങ്ങിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. കാരണം ജൊനാഥൻ മുറിയിലേക്ക് വന്നതൊന്നും ഞാൻ അറിയുകയുണ്ടായില്ല. പക്ഷേ അങ്ങനെ ഉറങ്ങിയിട്ടും എനിക്ക് ഉന്മേഷം വീണ്ടു കിട്ടിയിട്ടില്ല. ഇന്ന് കൂടുതൽ തളർച്ചയും ഉന്മേഷക്കുറവും തോന്നുന്നുണ്ട്. ഇന്നലെ മുഴുവനും വായിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു മയക്കത്തിൽ കിടന്ന് കഴിച്ചുകൂട്ടി. ഉച്ചതിരിഞ്ഞപ്പോൾ റെൻഫീൽഡ് എന്നെ കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. പാവം മനുഷ്യൻ. ഞാൻ തിരികെ പോന്നപ്പോൾ അയാൾ എൻ്റെ കൈത്തലം ചുംബിക്കുകയും എനിക്ക് നന്മ നേരുകയും ചെയ്തു. എന്തോ അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അതോർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് കരച്ചിൽ വരുന്നു. ഓ, ഈയിടെയായി ഇത് വേറൊരു ശല്യമായിരിക്കുന്നു. ഞാൻ കരയാറുണ്ടെന്ന് ജൊനാഥൻ അറിഞ്ഞാൽ അദ്ദേഹം വല്ലാതെ വിഷമിക്കും. ഭക്ഷണ സമയമാവുന്നതുവരെ അവരൊക്കെ പുറത്തു പോയിരുന്നു. വല്ലാതെ തളർന്ന നിലയിലാണ് അവർ തിരിച്ചു വന്നത്. ഭക്ഷണത്തിന് ശേഷം എന്നെ ഉറങ്ങാൻ അയച്ച് അവർ സിഗരറ്റ് വലിക്കാനാണെന്ന് പറഞ്ഞു പോയി. എനിക്കറിയാം, അവർ ചർച്ച ചെയ്യാൻ പോവുകയാണ്. കാര്യമായി എന്തോ പറയാനുണ്ടെന്ന് ജൊനാഥൻ്റെ മുഖം കണ്ടാൽ അറിയാം. എനിക്ക് തീരെ ഉറക്കം വരുന്നില്ലായിരുന്നു. തലേ ദിവസവും നന്നായി ഉറങ്ങിയിട്ടില്ല. ഞാൻ ഡോക്ടർ സെവാർഡിനോട് വിവരം പറഞ്ഞ് എന്തെങ്കിലും മരുന്ന് തരാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്തോ ഒരു മരുന്ന് ചെരുപ്പെടുത്തി തന്നു. ഞാനത് കഴിച്ചു. ഇപ്പോൾ ഉറക്കവും കാത്തു കിടക്കുകയാണ്. ഗുഡ് നൈറ്റ്. ജൊനാഥൻ്റെ ഡയറി. ഒക്ടോബർ 1 വൈകുന്നേരം. ഞാൻ തോമസിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടു. പക്ഷേ നിർഭാഗ്യത്തിന് അദ്ദേഹം ഒന്നും ഓർക്കുന്നില്ലത്രേ. അദ്ദേഹം സ്മോളറ്റിൻ്റെ അസിസ്റ്റൻ്റ് മാത്രമായിരുന്നു. നേരെ സ്മോളറ്റിൻ്റെ വീട്ടിലേക്ക് പോയി. അദ്ദേഹം നല്ലൊരുത്തനാണ്. ഒരു നോട്ട് പുസ്തകത്തിൽ ആ പെട്ടികളെ പറ്റിയുള്ള വിവരമൊക്കെ എഴുതി വച്ചിരുന്നു. 6 പെട്ടികൾ. ചിക്സൻ്റെ തെരുവിലെ 197 നമ്പർ വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. വേറെ 6 ജമൈക്ക തെരുവിലൊരു വീട്ടിലും. അപ്പോൾ ആ ശപിക്കപ്പെട്ട പെട്ടികൾ ചിന്നിച്ചിതറി ഇടാനാണ് പ്രഭുവിൻ്റെ പരിപാടി. കാർഫാക്സിൽ നിന്ന് വേറെ പെട്ടികൾ നീക്കം ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ സ്മോളറ്റിനോട് ചോദിച്ചു. ചില പെട്ടികൾ കൊണ്ടുപോകുന്നത് സാമാണ്. അയാളോട് ചോദിച്ചാൽ വിവരം അറിയാം. സാമിൻ്റെ മേൽവിലാസം തരാൻ സാധിക്കുമോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഒരു അരപ്പവൻ നാണ്യം ആ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ അയാളുടെ മുഖം തെളിഞ്ഞു. എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പോൾ തന്നെ പോയി അന്വേഷിച്ചു വരാം. പക്ഷേ താങ്കൾ ഇവിടെ കാത്തിരുന്നിട്ട് പ്രയോജനമില്ല. ആ മനുഷ്യനെ അത്ര എളുപ്പത്തിലൊന്നും കണ്ടുകിട്ടുകയില്ല. താങ്കളുടെ മേൽവിലാസം എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു കവർ തന്നിട്ട് പോവുകയാണെങ്കിൽ വിവരം അറിഞ്ഞാലുടനെ ഞാൻ എഴുത്തയക്കാം. എന്നാൽ നാളെ കാലത്ത് താങ്കൾക്ക് അദ്ദേഹത്തെ കാണുകയും ചെയ്യാം. ഞാൻ ഒരു കവറിൽ മേൽവിലാസം എഴുതി അദ്ദേഹത്തെ ഏൽപ്പിച്ചു. വിവരം അറിയിക്കാമെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി ഏറ്റു. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. ഏതായാലും ഒരു പിടി കിട്ടിയിരിക്കുന്നു. ഞാൻ ആകെ തളർന്നു. ഇന്ന് സുഖമായി ഉറങ്ങിയേ തീരൂ. മീന സുഖസുഷുപ്തിയിലാണ്. അവൾ ആകെ ഒന്ന് വിളറിയിരിക്കുന്നു. കൺതടങ്ങൾ കരഞ്ഞ് വീർത്ത ലക്ഷണമുണ്ട്. പാവം പെൺകിടാവ്. വിവരങ്ങളൊന്നും അറിയിക്കാത്തതുകൊണ്ട് അവൾ വല്ലാതെ സങ്കടപ്പെടുകയാണെന്ന് തോന്നുന്നു. ഞങ്ങളെക്കുറിച്ച് വല്ലാതെ വേവലാതിപ്പെടുന്നുമുണ്ടാവാം. പക്ഷേ വേറെ നിവൃത്തിയൊന്നുമില്ല. ഞാനൊന്നും പറയുകയില്ല. അവൾക്കും ഇക്കാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ലാതായിരിക്കുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനുശേഷം പ്രഭുവിനെ പറ്റിയോ അവൻ്റെ ചെയ്തികളെപ്പറ്റിയോ അവൾ ഒരിക്കലും മിണ്ടിയിട്ടില്ല. ഒക്ടോബർ 2 വൈകുന്നേരം. വളരെയധികം ജോലിയെടുത്ത് തളർന്ന ഒരു ദിവസം കാലത്ത് തന്നെ ഞാൻ ഏൽപ്പിച്ചു പോന്ന കവർ കിട്ടി. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: സാം, ബാർട്ടൽ തെരുവ്, വാൽവർത്ത്. മീന കിടന്നുറങ്ങുക തന്നെയാണ്. അവൾ വല്ലാതെ വിളർത്തിരിക്കുന്നു. കണ്ടാൽ തീരെ സുഖമില്ലെന്ന് തോന്നും. ഏതായാലും ഇന്ന് തിരികെ വന്നാൽ അവളെ എക്സെറ്ററിലേക്ക് അയക്കാൻ ഏർപ്പാട് ചെയ്യണം. അവിടുത്തെ കാലാവസ്ഥ അവൾക്ക് കുറെ കൂടി പിടിക്കും. ഡോക്ടർ സെബാർഡിനെ കണ്ട് വിവരം പറഞ്ഞ് നേരെ വാൽവർത്തിലേക്ക് പോയി. സാമിൻ്റെ വീട് കണ്ടുപിടിക്കുവാൻ അല്പം വിഷമിക്കേണ്ടി വന്നു. വാതിലിൽ തട്ടിയപ്പോൾ ഒരാൾ വന്ന് വാതിൽ തുറന്നു. ഒരു ചെറിയ കൈമടക്ക് കൊണ്ട് ആ മനുഷ്യനെ ഞാൻ വശത്താക്കി. സാം പുറത്തു പോയിരിക്കുകയാണത്രേ. പോപ്ലാറിൽ എവിടേക്കുമാണ് പോയിരിക്കുന്നത്. ഞാൻ പോപ്ലാറിലേക്ക് തിരിച്ചു. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ വല്ലാതെ വിഷമിക്കേണ്ടി വന്നു. കണ്ടെത്തിയപ്പോൾ തൻ്റെ ജോലി സ്ഥലത്ത് വന്ന് ബുദ്ധിമുട്ടിച്ചതിന് കോപിക്കുകയാണ് അയാൾ ചെയ്തത്. അയാളെ വഴിക്ക് കൊണ്ടുവരാൻ ഒരു ദിവസത്തെ കൂലിയുടെ സംഖ്യ കൊടുക്കേണ്ടി വന്നു. കാർഫാക്സിൽ നിന്ന് 9 പെട്ടികൾ പിക്കാഡില്ലിയിലെ ഒരു വീട്ടിലേക്കാണ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. വീട്ടു നമ്പർ അയാൾക്ക് അറിഞ്ഞുകൂടാ. അധികം പഴക്കമില്ലെങ്കിലും നിറയെ പൊടി മൂടിക്കിടക്കുന്ന ഒരു വീടാണത്രേ. ആ വീടുകൾ 2ലും ആരും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അവയിൽ കടന്നത്? ഞാൻ ചോദിച്ചു. പഴയ പാർട്ടിക്കാരുണ്ടായിരുന്നു. പെട്ടികൾ വണ്ടിയിലേക്ക് എടുത്തു വെക്കാനും അയാളാണ് സഹായിച്ചത്.
ഓ, ഒരു ഭയങ്കര മനുഷ്യൻ. അത്രയും കരുത്തനായ ഒരാളെ ഞാൻ ജീവിതത്തിലൊരിക്കലും കണ്ടിട്ടില്ല. വലിയ മീശയും, പക്ഷെ ഈർക്കിൽ പോലെ മെലിഞ്ഞിട്ടാണ്. നിഴല് പോലും ഇല്ല അയാൾക്ക്. ഞാൻ ഞെട്ടിത്തെറിച്ചുപോയി. ഞാനൊരു തല പിടിച്ചപ്പോഴേക്കും അയാൾ മറ്റേ തല പൊക്കിയെടുത്തു കഴിഞ്ഞിരുന്നു. നിങ്ങൾ പിക്കാഡിലിയിലെ വീട്ടിൽ എങ്ങനെയാണ് പ്രവേശിച്ചത്? ഹൈ, അവിടെയും അയാൾ ഉണ്ടായിരുന്നെന്നേ. ഞാൻ പോന്നപ്പോൾ തന്നെ അയാളും പുറപ്പെട്ടിരിക്കണം. ഞാൻ ചെന്ന് വാതിൽ തട്ടിയപ്പോൾ അയാളാണ് വന്ന് വാതിൽ തുറന്നത്. പെട്ടികൾ അകത്തേക്ക് വെക്കാൻ അയാൾ സഹായിക്കുകയും ചെയ്തു. 9? ഉവ്, പൊരുത്തം കേട്ടൊരു ജോലിയായിരുന്നു അത്. എങ്ങനെയാണ് ഞാൻ വീട്ടിലെത്തിയത് എനിക്കറിഞ്ഞുകൂടാ. ഹാളിലാണോ പെട്ടികളൊക്കെ വെച്ചത്? അതെ, അവിടെ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നതുമില്ല. താക്കോലും ഉണ്ടായിരുന്നില്ലേ? താക്കോലും ഒന്നും ഉണ്ടായിരുന്നില്ല. ആ മനുഷ്യനാണ് വാതിൽ തുറക്കുകയും ഞാൻ തിരിച്ചു പോന്നപ്പോൾ അടയ്ക്കുകയും ചെയ്തത്. നിങ്ങൾ ആ വീടിൻ്റെ നമ്പർ ഓർക്കുന്നില്ലേ? ഇല്ല, പക്ഷെ വീട് തെറ്റുകയില്ല. മുമ്പിലായി ഒരു ഉയർന്ന കല്ലും അതിൻ്റെ മുകളിൽ ഒരു അമ്പും കാണാം. പിന്നെ പടിക്കൽ നിന്ന് വാതിലിനടുത്ത് വരെ കൽപ്പടവുകൾ കെട്ടിയിട്ടുണ്ട്. അത് ഞാൻ നന്നായി ഓർക്കുന്നു. 3 കൂലിക്കാരെ കൂട്ടിയിട്ടാണ് ഞാൻ പെട്ടികൾ എടുത്തുകൊണ്ട് ആ പടവുകൾ കയറിയത്. അവിടെ ചെന്നപ്പോൾ അവർ കൊടുത്ത കൂലി പോരാഞ്ഞ് അയാളോട് വഴക്കുകൂടി. അയാൾ അവരെ തൂക്കി പിടിച്ചെടുത്ത് പുറത്തേക്ക് എറിയാൻ ഭാവിച്ചു. അവർ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഞാൻ പിക്കാഡിലിയിലേക്ക് പുറപ്പെട്ടു. ദുഃഖകരമായ ഒരു സത്യം കൂടി വെളിപ്പെട്ടിരിക്കുന്നു. പ്രഭുവിന് ഇപ്പോൾ തൻ്റെ പെട്ടികൾ സ്വയം എടുത്തുകൊണ്ട് പോകാൻ കഴിയും. ഇപ്പോൾ സമയവും ഏറ്റവും വിലപ്പെട്ടതാണ്. കാരണം ഇനി ബാക്കിയുള്ള പെട്ടികൾ ആരും കാണാതെ തന്നെ ഇഷ്ടമുള്ളിടത്തേക്ക് നീക്കം ചെയ്യാൻ അവന് സാധിക്കും. ഞാൻ പിക്കാഡിലിയിലെത്തി. ഡ്രാക്കുള ഏർപ്പാട് ചെയ്തിട്ടുള്ള വീട് കണ്ടുപിടിച്ചു. കുറേ കാലമായി ഉപയോഗിക്കാതെ കിടക്കുകയാണെന്ന് തോന്നും കണ്ടാൽ. ജനലും വാതിലുമൊക്കെ പൊടിയിൽ ആറാടിയിരിക്കുന്നു. ഒരു വലിയ പരസ്യപ്പലക അവിടെ മുമ്പിൽ തന്നെ വെച്ചിരിക്കുന്നു. അത് പൊളിഞ്ഞ് തൂങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ ഇനി പിക്കാഡിലിയിൽ ഒന്നും ചെയ്യാനില്ല. ഞാൻ അവിടെ കണ്ട ചില കുതിരവണ്ടിക്കാരോടും കൂലിക്കാരോടും ആ പഴയ വീടിനെ പറ്റി എന്തെങ്കിലും അറിയാമോ എന്നന്വേഷിച്ചു. അത് ആരോ വാങ്ങിയിരിക്കുന്നുവെന്ന് ഒരുത്തൻ പറഞ്ഞു. പക്ഷേ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയതെന്ന് അവൻ അറിഞ്ഞുകൂടാ. അടുത്ത ദിവസം വരെ അവിടെ വിൽപ്പനയ്ക്ക് എന്ന് ഒരു ബോർഡ് ഉണ്ടായിരുന്നു അത്രേ. വീടുകളുടെ ഏജന്റുമാരായ മൈക്കേൽ കമ്പനിക്കാരുടെ പേർ അതിന്മേൽ കണ്ടതായി ഓർക്കുന്നു. ഒരുപക്ഷെ അവരെ കണ്ടാൽ വിവരം അറിയാം എന്നയാൾ പറഞ്ഞു. അധികം ജിജ്ഞാസ പ്രകടിപ്പിക്കാതെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു. സന്ധ്യയോടടുത്തപ്പോഴേക്ക് മൈക്കേൽ കമ്പനിക്കാരുടെ ഓഫീസിലെത്തി. അവിടെ ഞാൻ കണ്ടെത്തിയ മനുഷ്യൻ ഒരു പ്രത്യേക തരക്കാരനായിരുന്നു. വീട് വിറ്റു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അയാൾ മൗനം പൂണ്ടു. ആരാണ് വാങ്ങിയത്? തെല്ലു നേരം പുരികമുയർത്തി ആലോചിച്ചിരുന്ന ശേഷം അയാൾ പറഞ്ഞു, അത് വിറ്റുപോയി സാർ. ക്ഷമിക്കണം, ഞാൻ ആദരവോടെ പറഞ്ഞു. അതാരാണ് വാങ്ങിയത്? ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അയാൾ വീണ്ടും അതേ പല്ലവി തന്നെ പാടി. ശരിയാണ്, പക്ഷേ ഇത്രയും കൂടി പറയുന്നതിന് വിരോധമുണ്ടോ? വിരോധമുണ്ട്, അയാൾ തുടർന്നു. തങ്ങളുടെ കക്ഷികളുടെ കാര്യം മൈക്കേൽ കമ്പനിക്കാരുടെ കയ്യിൽ സുരക്ഷിതമാണ്. ഇത് ആദ്യത്തെ തിരിച്ചടിയാണ്. തർക്കിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ലെന്ന് വ്യക്തമായി. ഞാൻ പറഞ്ഞു, സർ, നിങ്ങളുടെ കക്ഷികൾക്ക് നിങ്ങളെ വിശ്വാസമാവും. ഞാനും ഇതേ തൊഴിലുകാരനാണ്. ഞാൻ എൻ്റെ മേൽവിലാസം അടിച്ച കാർഡ് എടുത്തു കൊടുത്തു. ഞാൻ വെറും ജിജ്ഞാസ കൊണ്ട് ചോദിച്ചതല്ല. ആർദർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹം ഈ വീടിനെ പറ്റി ചിലത് അറിയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും പറഞ്ഞപ്പോൾ അയാളുടെ പ്രകൃതം ആകെ മാറി. അയാൾ പറഞ്ഞു, അത് പിന്നെ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കുമായിരുന്നു. പ്രത്യേകിച്ചും ആർദ്രയെ സഹായിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ മുമ്പൊരിക്കൽ അദ്ദേഹത്തിനൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽവിലാസം തരുമോ? എന്നാൽ ഞാൻ മറ്റുള്ളവരുമായി ആലോചിച്ച ശേഷം അദ്ദേഹത്തിന് ഇന്ന് രാത്രി തന്നെ വിവരം അറിയിച്ചു കൊള്ളാം. ആർദ്രക്ക് ഈ വിവരം കൊടുക്കുവാൻ ഞങ്ങൾക്ക് അത്യധികം സന്തോഷമാണ്. അത്രത്തോളം ഞങ്ങളുടെ നിയമത്തിൽ നിന്ന് വ്യതിചലിക്കാനും തയ്യാറാണ്. ഞാൻ സെവാഡിൻ്റെ വീട്ടിലെ വിലാസം കൊടുത്തുകൊണ്ട് തിരികെ പോന്നു. നേരം ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. അടുത്ത വണ്ടിക്ക് ഞാൻ പർഫ്ലീറ്റിലെത്തി. എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. മീന കൂടുതൽ തളർന്നും വിളർത്തും കാണപ്പെട്ടു. അവൾ ഉന്മേഷം നടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവളിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു പിടിച്ചിട്ട് അവളെ കൂടുതൽ അസ്വസ്ഥയാക്കുന്നതിൽ എനിക്ക് അതിയായ വിഷമം തോന്നി. ഏതായാലും ഇന്ന് രാത്രി കൂടിയേ ഉള്ളൂ. ഭക്ഷണത്തിന് ശേഷം മീനയെ മുറിയിൽ കൊണ്ടുപോയാക്കി ഞാൻ തിരിച്ചു പോന്നു. അവൾ എന്നെ വാരി പുണർന്നു. 21 ഡോക്ടർ സെവാഡിൻ്റെ ഡയറി. ഒക്ടോബർ 1. റൺഫീൽഡിൻ്റെ കാര്യം അത്ഭുതമായിരിക്കുന്നു. ഇപ്പോൾ അയാളുടെ ഭാവങ്ങൾ കൂടുതൽ വേഗത്തിൽ മാറുന്നുണ്ട്. എനിക്ക് യാതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എങ്കിലും ഓരോ ചലനത്തിലും എന്തൊക്കെയോ സൂചനകളുണ്ട്. ശ്രദ്ധിച്ച് പഠിക്കാൻ രസമാണ്. ഇന്ന് കാലത്ത് ഞാൻ അയാളെ കാണാൻ പോയി.
ശരിയായ ആത്മബോധമുള്ള ഒരുവനെ പോലെയാണ് അയാൾ പെരുമാറിയത്. ഈ ഭൂമിയിലെ യാതൊന്നിനെയും അയാൾ വിലവെക്കുന്നില്ലെന്ന് തോന്നി. ആകാശത്തിൽ അങ്ങുയരെയാണ് താൻ നിൽക്കുന്നതെന്നും താഴെ മണ്ണിലുള്ളവരൊക്കെ വെറും കീടങ്ങളാണെന്നുമാണ് അയാളുടെ ഭാവം. സന്ദർഭം ഉപയോഗിച്ച് വല്ലതും മനസ്സിലാക്കാൻ കഴിയുമോ എന്നറിയാനായി ഞാൻ അയാളോട് ചോദിച്ചു, ഇപ്പോൾ ഈച്ചകളുടെ കാര്യം എങ്ങനെയുണ്ട്? യജമാന ഭാവത്തിൽ എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, സർ, ഈച്ചകൾ നല്ല ജീവികളാണ്. അവയുടെ ചിറകുകൾക്ക് നല്ല കരുത്തുണ്ട്. പൂർവികന്മാർ അവയുടെ ആത്മാവിനെ പൂമ്പാറ്റകളുടെ വകുപ്പിൽ പെടുത്തിയത് തികച്ചും ശരിയാണ്. ഓ, ഇപ്പോൾ ആത്മാവാണ് നിങ്ങളുടെ ലക്ഷ്യം അല്ലേ? അയാൾ പെട്ടെന്ന് ഒന്ന് അമ്പരന്നതുപോലെ തോന്നി. തല കുലുക്കിക്കൊണ്ട് അയാൾ പ്രതിവചിച്ചു, ഓ അല്ല അല്ല, എനിക്കൊരാത്മാവിനെയും വേണ്ട, എനിക്ക് ജീവനാണ് വേണ്ടത്. അയാൾ കുറെ കൂടി ഉന്മേഷം പ്രകടിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്കതിലൊരു താല്പര്യവുമില്ല. എൻ്റെ ജീവിതം സുഖമയമാണ്. എനിക്ക് വേണ്ടതൊക്കെ എൻ്റെ കൈവശമുണ്ട്. ഡോക്ടർ, മസ്തിഷ്ക രോഗങ്ങളെപ്പറ്റി പഠിക്കാനാണെങ്കിൽ താങ്കൾ വേറെ രോഗിയെ അന്വേഷിച്ചോളൂ. ഞാൻ വിസ്മയിച്ചു പോയി. അപ്പോൾ ജീവനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ? നിങ്ങളൊരു ദൈവമാണോ? ഞാൻ ചോദിച്ചു. അയാൾ വീണ്ടും യജമാന ഭാവത്തിൽ പുഞ്ചിരിച്ചു. ഓ അല്ല, എനിക്ക് ദൈവിക ശക്തികളുണ്ടെന്ന് പറയുന്നത് ശരിയായിരിക്കുകയില്ല. ദൈവത്തിൻ്റെ ആത്മീയമായ ജോലികളെ പറ്റിയൊന്നും എനിക്കൊരു വിലയുമില്ല. എനിക്ക് ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ മാത്രമേ താല്പര്യമുള്ളൂ. പണ്ട് ഈനക്ക് എന്ന മഹാപുരുഷൻ ചെയ്തില്ലേ, അതുപോലെ. എനിക്ക് ആകപ്പാടെ മനസ്സിലായില്ല. ഒരു ചെറിയ ചോദ്യം ചോദിക്കേണ്ടി വന്നു. എനിക്കറിയാം ഞാൻ ചെയ്യുന്നത് എന്നെ തന്നെ താഴ്ത്തിക്കെട്ടുകയാവും. ഈനക്ക് എന്താണ് ചെയ്തത്? അദ്ദേഹം ദൈവത്തിൻ്റെ ഒപ്പമാണ് നടന്നത്. എനിക്കിതിൽ ഒരു പ്രസക്തിയും തോന്നിയില്ല. അതിനാൽ വീണ്ടും ചോദിച്ചു, അപ്പോൾ ജീവികളെയല്ല ആത്മാവിനെയാണ് നിങ്ങൾക്ക് ആവശ്യം അല്ലേ? അയാളെ തെറ്റിക്കണമെന്നുദ്ദേശിച്ച് പെട്ടെന്ന് വളരെ ശക്തിയോടെയാണ് ഞാൻ ചോദിച്ചത്. അത് ഫലിച്ചു. ഒരു നിമിഷം കൊണ്ട് അയാൾ തൻ്റെ പഴയ നിലയിലായി. യാചനാസ്വരത്തിൽ അയാൾ പറഞ്ഞു, എനിക്ക് ആത്മാക്കളെ വേണ്ട, തീർച്ചയായും വേണ്ട. കിട്ടിയാൽ തന്നെ എനിക്കതുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എനിക്കതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത് തിന്നാനോക്കൂ. അയാൾ പെട്ടെന്ന് നിർത്തി. മുഖത്ത് വീണ്ടും നയതന്ത്രപരമായ ഒരു ഭാവം സ്ഫുരിച്ചു. ഡോക്ടർ, പിന്നെ ഈ ജീവിതം തന്നെ എന്താണ്? ആവശ്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടണം, അത്ര തന്നെ. ഡോക്ടർ സെവാർഡ്, എനിക്ക് പല സുഹൃത്തുക്കളുണ്ട്, താങ്കളെപ്പോലെയുള്ള സുഹൃത്തുക്കൾ. ഈ ജീവിതത്തിൽ ഞാൻ ഒന്നിനു വേണ്ടിയും വിഷമിക്കേണ്ടി വരില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. തൻ്റെ ഭ്രാന്തിൻ്റെ മൂടൽമഞ്ഞിലൂടെ അയാൾ എന്നിൽ എന്തൊക്കെയോ കാണുന്നുണ്ടെന്ന് തോന്നി. പിന്നീട് അയാൾ തികഞ്ഞ നിശബ്ദത പാലിച്ചു. അയാളോട് ഇപ്പോൾ സംസാരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് മനസ്സിലായി. ഞാൻ തിരികെ പോന്നു. പിന്നീട് പകൽ അയാൾ എനിക്കാളെ അയച്ചു. സാധാരണ നിലയിലാണെങ്കിൽ ഞാൻ പോവുകയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അയാൾ എന്നിൽ വളരെയധികം താല്പര്യമുണർത്തിയിട്ടുണ്ട്. മാത്രമല്ല, സമയം പോക്കാൻ വേറെ ഒരു വഴിയുമില്ല. ജൊനാഥൻ പുറത്തു പോയിരിക്കുകയാണ്. ആർതറും ക്വിൻസിയും അതുപോലെ തന്നെ അന്വേഷണം തുടരുകയാണ്. വാൻ ഹെൽസിംഗ് ജൊനാഥൻ തയ്യാറാക്കിയ റെക്കോർഡുകൾ വായിക്കുകയാണ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉപദ്രവിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അല്ലെങ്കിൽ റൺഫീൽഡിൻ്റെ അരികിലേക്ക് അദ്ദേഹത്തെയും കൂട്ടി പോകാമായിരുന്നു. പക്ഷേ കഴിഞ്ഞ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം വരികയുണ്ടാവില്ല. വേറെയും കാരണമുണ്ട്. മൂന്നാമതൊരാളുണ്ടെങ്കിൽ റൺഫീൽഡ് സ്വതന്ത്രമായി സംസാരിക്കുകയുണ്ടാവില്ല. ഞാൻ ചെന്നപ്പോൾ അയാൾ മുറിയുടെ നടുവിൽ ഒരു സ്റ്റൂളിൽ ഇരിക്കുകയാണ്. ആ ഇരുത്തം കണ്ടാൽ കുറെ മനസാന്നിധ്യമുള്ള സമയമാണെന്ന് തോന്നും. ഞാൻ അകത്തേക്ക് കടന്നപ്പോഴേക്കും അയാൾ ചോദിച്ചു, ആത്മാവിനെപ്പറ്റി എന്ത് പറയുന്നു? അപ്പോൾ എൻ്റെ ഊഹം ശരിയാണ്. ഭ്രാന്തന്മാരിൽ പോലും മസ്തിഷ്കത്തിൻ്റെ അബോധമണ്ഡലം പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ ചോദിച്ചു. പെട്ടെന്ന് ഉത്തരം പറയാതെ അയാൾ നാലുപാടും നോക്കി. എനിക്കത് വേണ്ട, അയാൾ പറഞ്ഞു. ഈ വിഷയം അയാളുടെ മനസ്സിൽ കിടന്ന് ചുറ്റിത്തിരിയുകയാണെന്ന് തോന്നി. ആ സന്ദർഭം ഉപയോഗിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ജീവിതം നിങ്ങൾ ഇഷ്ടപ്പെടുന്നു, അത് നിങ്ങൾക്ക് വേണം താനും അല്ലേ? അതെ അതെ, പക്ഷേ അതു സാരമില്ല. താങ്കൾ അതിനെപ്പറ്റി പരിഭ്രമിക്കേണ്ട. പക്ഷേ ആത്മാവില്ലാതെ നമുക്ക് ജീവനെ കിട്ടുന്നത് എങ്ങനെയാണ്? അയാൾ ഒന്നമ്പരന്നതുപോലെ തോന്നി. ഞാൻ തുടർന്നു. ആയിരം ഈച്ചകളുടെയും എട്ടുകാലികളുടെയും കുരുവികളുടെയും പൂച്ചകളുടെയും ആത്മാക്കൾ വിഹരിക്കുന്ന ആ രംഗത്തിലേക്ക് ഒരിക്കൽ നിങ്ങൾക്കും പറന്നു പോകേണ്ടി വരും. നിങ്ങൾ അവയുടെ ആത്മാക്കളുടെ കൂടെ വിശ്രമിക്കേണ്ടി വരും. അയാൾ കണ്ണുകൾ ഇറുകെ അടച്ച് ചെവിയിൽ കൈവിരലുകൾ തിരുകി അനങ്ങാതിരുന്നു.
ആ കാഴ്ച ദയനീയമായിരുന്നു. ആകാരത്തിൽ വളർച്ച പ്രാപിച്ചിട്ടുണ്ടെങ്കിലും തൻ്റെ മുമ്പിലിരിക്കുന്നത് ഒരു കൊച്ചു കുഞ്ഞാണെന്ന് എനിക്ക് തോന്നി. അയാളുടെ ഹൃദയം കൊടുമ്പിരി കൊള്ളുകയാണെന്ന് സ്പഷ്ടം. ആ ഹൃദയ രഹസ്യങ്ങൾ കഴിയുന്നിടത്തോളം മനസ്സിലാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ആദ്യമായി അയാളുടെ വിശ്വാസം ആർജിക്കുകയാണ് വേണ്ടത്. ഞാൻ കുറയുറക്കെ പറഞ്ഞു. ഈച്ചകളെ പിടിക്കാനായി കുറച്ച് പഞ്ചസാര തരട്ടെ? അയാൾ ഞെട്ടി ഉണർന്നുകൊണ്ട് തലകുലുക്കി. വേണ്ട, ഈച്ചകൾ ചെറുപ്രാണികളാണ്. തെല്ല് നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ തുടർന്നു. പക്ഷേ അതേ സമയത്ത് തന്നെ അവയുടെ ആത്മാക്കൾ എൻ്റെ ചുറ്റും മൂളിപ്പറക്കുന്നതും എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ്. എട്ടുകാലികളാണെങ്കിലോ? എട്ടുകാലികളോ? അവയെ കൊണ്ട് എന്താണ് പ്രയോജനം? അവയിൽ യാതൊന്നുമില്ല. തിന്നാനോ വിലക്കപ്പെട്ട ഒരു വിഷയം എന്ന പോലെ അയാൾ പെട്ടെന്ന് നിർത്തി. അതെ അതെ, ഞാൻ ഓർക്കുകയായിരുന്നു. ഇത് രണ്ടാമത്തെ തവണയാണ് കുടിക്കുക എന്ന വാക്ക് ഉച്ചരിക്കാൻ ഭാവിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് നിർത്തുന്നത്. എന്താണ് ഇതിനർത്ഥം? റൺഫീൽഡിന് തന്നെ തോന്നി താനൊരു തെറ്റു ചെയ്തുവെന്ന്. അതിനാൽ എൻ്റെ ശ്രദ്ധ തിരിക്കാൻ അയാൾ ബന്ധപ്പെട്ട് തുടർന്നു. ആ വക കാര്യങ്ങളിലൊന്നും എനിക്കൊരു താല്പര്യവുമില്ല. എലികളും കോഴിക്കുഞ്ഞുങ്ങളുമൊക്കെ ചെറുപ്രാണികളാണ്. ഞാൻ അതൊക്കെ പിന്നിട്ടിട്ട് ദിവസങ്ങളായി. എന്താണ് എൻ്റെ മുമ്പിലുള്ളതെന്ന് എനിക്കറിയാം. അതിനാൽ ഈ കൃമികളെ കാണിച്ച് എന്നെ ആശിപ്പിക്കുന്നത് നിഷ്പ്രയോജനമാണ്. ഓഹോ, ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് തിന്നാൻ വലിയ ജീവികളെയാണ് വേണ്ടത് അല്ലേ? എന്നാൽ പ്രാതലിന് ഒരു ആനയെ തന്നാലോ? എന്ത് അസംബന്ധമാണ് നിങ്ങൾ പറയുന്നത്? അയാൾ ഉണരുകയാണ്. ഞാൻ കുറെ കൂടി സമ്മർദ്ദം ചെലുത്താൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ഓർത്തു നോക്കുകയാണ്. ഒരു ആനയുടെ ആത്മാവ് എങ്ങനെയായിരിക്കും? ഞാൻ പ്രതീക്ഷിച്ച ഫലം കണ്ടു. അയാൾ പെട്ടെന്ന് താണു. എനിക്ക് ഒരു ആനയുടെ ആത്മാവ് വേണ്ട. വേണ്ട, എനിക്ക് ഒരാത്മാവും വേണ്ട. കുറച്ചു നേരം അയാൾ അനങ്ങാതിരുന്നു. പെട്ടെന്ന് ചാടി എണീറ്റു. മസ്തിഷ്ക വിജൃംഭണത്തിൻ്റെ അലകൾ ആ കണ്ണുകളിൽ സ്ഫുരിച്ചു കണ്ടു. നിങ്ങളും നിങ്ങളുടെ ആത്മാക്കളും പോയി തുലയട്ടെ. എന്തിനാണ് ആത്മാക്കളെ പറ്റി പറഞ്ഞ് നിങ്ങൾ എന്നെ ചൂണ്ടി പിടിപ്പിക്കുന്നത്? അല്ലാതെ തന്നെ സ്വൈര്യമില്ല. അയാളുടെ നോട്ടം വല്ലാതെ ക്രൂരത കലർന്നതായിരുന്നു. എന്നെ അയാൾ ഉപദ്രവിച്ചേക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ഞാൻ വിസിലെടുത്ത് വിളിച്ചു. പെട്ടെന്ന് അയാൾ ശാന്തനായി യാചനാ സ്വരത്തിൽ പറഞ്ഞു, ഡോക്ടർ, എനിക്ക് മാപ്പ് തരൂ. ഞാൻ സ്വയം വിസ്മരിച്ചു പോയി. താങ്കൾ സഹായത്തിനായി ആരെയും വിളിക്കേണ്ട. മനസ്സിനൊരു സമാധാനമില്ലാത്തതുകൊണ്ട് എനിക്ക് മുൻകോപം കൂടുതലാണ്. എൻ്റെ വിഷമങ്ങൾ അറിഞ്ഞാൽ താങ്കൾ എന്നോട് ക്ഷമിക്കും. ദയവ് ചെയ്ത് എന്നെ ചങ്ങലക്കിടരുത്. എനിക്ക് സ്വതന്ത്രമായി ചിന്തിക്കണം. ബന്ധനത്തിലാവുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ വയ്യ. താങ്കൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അയാൾ ആത്മനിയന്ത്രണം നേടിയിരിക്കുന്നു. പരിചാരകന്മാർ വന്നപ്പോൾ സാരമില്ലെന്ന് പറഞ്ഞ് ഞാൻ അവരെ തിരിച്ചയച്ചു. റൺഫീൽഡ് അവർ പോകുന്നത് നോക്കിക്കൊണ്ടിരുന്നു. അവർ പുറത്തു കടന്ന് വാതിലടച്ചപ്പോൾ അയാൾ ഗൗരവത്തിൽ തുടർന്നു. ഡോക്ടർ സെവാർഡ്, താങ്കൾ എന്നോട് വളരെ നന്നായി പെരുമാറിയിട്ടുണ്ട്. എന്നെ വിശ്വസിക്കൂ, ഞാൻ വളരെയധികം കൃതജ്ഞനാണ്. അയാളെ ഈ നിലയിൽ വിട്ടു പോരുന്നതാണ് നല്ലതെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ പുറത്തു പോന്നു. അയാളുടെ സ്ഥിതിവിശേഷത്തെപ്പറ്റി കുറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എല്ലാം അടക്കി ഒതുക്കി വിവരിക്കുകയാണെങ്കിൽ ഒരു നല്ല കഥയായി തീരും. അയാൾ ഒരു വാക്ക് ഉച്ചരിക്കുകയില്ല. കുടിക്കുക. ആത്മാവിനെപ്പറ്റി അയാൾ ഭയപ്പെടുന്നു. ഭാവിയിലെ ജീവിതത്തെപ്പറ്റി അയാൾക്ക് ഉത്കണ്ഠയില്ല. അവയുടെ ആത്മാക്കളെ ഭയപ്പെടുന്നുവെങ്കിലും ചെറിയ ജീവികളെ പോലും ഒരു യജമാന ഭാവത്തിലാണ് അയാൾ വീക്ഷിക്കുന്നത്. ഒരു കാര്യമാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. കുറെ കൂടി ഉയർന്ന ഒരു ജീവിതം കൈവരുമെന്ന് അയാൾക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. മനുഷ്യ ജീവിതമാണ് ഇപ്പോൾ അയാളുടെ ലക്ഷ്യം. അപ്പോൾ ആ ഉറപ്പ് ആര് കൊടുത്തിരിക്കും? കരുണാനിധിയായ ദൈവമേ, പ്രഭു അയാളുടെ അരികിൽ വന്നിരിക്കുന്നു. ഒരു പുതിയ ഭീഷണി. വൈകിട്ട് ഞാൻ എൻ്റെ ആസ്പത്രി സന്ദർശനം കഴിഞ്ഞ് നേരെ വാൻ ഹെൽസിങ്ങിൻ്റെ അരിയിലേക്ക് ചെന്നു. എൻ്റെ സംശയങ്ങൾ ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖം ഗൗരവഭാവം പൂണ്ടു. തെല്ലു നേരം എന്തോ ഗാഢമായി ചിന്തിച്ച ശേഷം തന്നെ റൺഫീൽഡിൻ്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഞങ്ങൾ താഴത്തേക്ക് പോയി. ഞങ്ങൾ വാതിലിനരികിലെത്തിയപ്പോൾ റൺഫീൽഡ് ലയിച്ചു പാടുകയായിരുന്നു. അയാൾ മുമ്പിടയ്ക്കൊക്കെ പാടാറുണ്ടായിരുന്നു. പക്ഷേ അത് കുറേ ദിവസം മുമ്പ് നിർത്തിയതാണ്. അകത്തേക്ക് കടന്നപ്പോൾ ഞങ്ങൾ മിഴിച്ചു നിന്നുപോയി. അയാൾ പഞ്ചസാരയെടുത്ത് ജാലകപ്പടിയിലൊക്കെ വിതറിയിട്ടിരിക്കുന്നു. ഈച്ചകൾ കൂട്ടമായി മൂളിപ്പറക്കുന്നുണ്ട്.
പഴയ വിഷയത്തെപ്പറ്റി അയാളെ സംസാരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു നോക്കി. പക്ഷേ അയാൾ ശ്രദ്ധിച്ചതേയില്ല. അയാൾ പരിസരം മറന്ന് പാടിക്കൊണ്ടേയിരിക്കുന്നു. ഒരു കടലാസ് കഷ്ണം അയാളുടെ കയ്യിലുണ്ട്. അതൊരു നോട്ട് പുസ്തകത്തിൻ്റെ ആകൃതിയിൽ മടക്കുകയാണ് അയാൾ. ഞങ്ങൾ പോയ പോലെ തന്നെ തിരിച്ചു പോന്നു. ഇത് ഏതായാലും വിചിത്രമായ സുഖക്കേടാണ്. ഇന്ന് രാത്രി അയാളെ ശ്രദ്ധിക്കണം. മൈക്കേൽ കമ്പനിക്കാർ ആർദർക്ക് എഴുതിയ കത്ത്. ഒക്ടോബർ 1. മാന്യരെ, അങ്ങയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിൽ ഞങ്ങൾക്ക് എന്നും സന്തോഷമുണ്ട്. ഡി വില്ലെ പ്രഭു എന്ന ഒരു വിദേശീയനാണ് പിക്കാഡില്ലിയിലെ 347 നമ്പർ വീട് വാങ്ങിയിട്ടുള്ളത്. അദ്ദേഹം തന്നെ നേരിൽ വന്ന് വാങ്ങുകയാണുണ്ടായത്. അപ്പോൾ തന്നെ സംഖ്യ തരികയും ചെയ്തു. ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി യാതൊന്നും അറിഞ്ഞുകൂടാ. മൈക്കേൽ കമ്പനിക്ക് വേണ്ടി. ഡോക്ടർ സെവാർഡിൻ്റെ ഡയറി. ഒക്ടോബർ 2. ഇന്നലെ രാത്രി ഞാൻ കോണിവാതിൽക്കൽ ഒരാളെ നിർത്തി. റൺഫീൽഡിൻ്റെ മുറിയിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുകയാണെങ്കിൽ എന്നെ വിളിക്കണമെന്ന് അയാളെ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചു. അത്താഴത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും മുറിയിലെ നെരിപ്പോടിനരികെ ഒത്തുകൂടി. മീന ഉറങ്ങാൻ പോയി കഴിഞ്ഞിരുന്നു. പകലത്തെ പരിശ്രമങ്ങൾ ചർച്ച ചെയ്തു. ഹാർക്കർക്ക് മാത്രമേ പ്രയോജനകരമായ കുറേ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായി ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ രോഗിയുടെ മുറിക്കരികിൽ പോയി നോക്കി. അയാൾ ശാന്തനായി കിടന്നുറങ്ങുകയാണ്. കാലത്ത് കാവൽ നിർത്തിയ പരിചാരകൻ വന്നു. രാത്രി പാതിരയോടെ രോഗി വല്ലാതെ ക്ഷോഭിക്കുകയും അതിനുശേഷം എന്തൊക്കെയോ ഉറക്കെ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അത്രേ. വേറെയൊന്നും വിശേഷമായി ഉണ്ടായില്ലെന്നാണ് അയാൾ പറഞ്ഞത്. എനിക്ക് സംശയമായി. താൻ കിടന്നുറങ്ങിയില്ലെന്ന് അയാൾ സമ്മതിച്ചു. പക്ഷേ കുറച്ചധികം കുടിക്കുകയുണ്ടായത്രേ. കുടിച്ച സമയങ്ങളിൽ ഇക്കൂട്ടരെ ഒട്ടും വിശ്വസിക്കാൻ നിവൃത്തിയില്ല. ജൊനാഥൻ ഇന്നും വിവരങ്ങൾ ശേഖരിക്കാൻ പോയിരിക്കുകയാണ്. ആർദറും ക്വിൻസിയും കുതിരകളെ അന്വേഷിക്കുന്നു. കുതിരകളെ എപ്പോഴും തയ്യാറാക്കി നിർത്തണമെന്നാണ് ആർദർ പറയുന്നത്. വിവരങ്ങളൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ സമയം തെല്ലും പാഴാക്കാതെ പുറപ്പെടാമല്ലോ. നേരം അസ്തമിക്കുന്നതിന് മുമ്പായി എല്ലാ പെട്ടികളും നശിപ്പിച്ച് അവനെ പിടിക്കേണ്ടിയിരിക്കുന്നു. വാൻ ഹെൽസിംഗ് ഞങ്ങൾക്ക് പിന്നീട് പ്രയോജനകരമായേക്കാവുന്ന ഒരു അപൂർവ മരുന്നും അന്വേഷിച്ചു പോയിരിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ ഓർത്തുപോകുന്നു, ഞങ്ങൾക്കൊക്കെ തലയ്ക്ക് സുഖമില്ലാതായിരിക്കുകയാണോ? എല്ലാവരെയും ചങ്ങലക്കിടേണ്ടി വരുമോ? വൈകിട്ട് ഞങ്ങൾ വീണ്ടും സമ്മേളിച്ചു. വിവരങ്ങൾ ഏതാണ്ട് എല്ലാം കൈവശമായതുപോലെയുണ്ട്. ഒരുപക്ഷെ നാളെ ജോലി ആരംഭിക്കാമെന്ന് തോന്നുന്നു. റൺഫീൽഡിൻ്റെ അക്ഷോഭ്യതയും ഈ കാര്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. പ്രഭുവിൻ്റെ ഓരോ ചലനവും അയാളിൽ പ്രതികരണങ്ങളും ഉണ്ടാക്കുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ അവനെ നശിപ്പിച്ചാൽ അത് ഏത് വിധത്തിലെങ്കിലും ഇയാളെ ബാധിക്കുമോ? ഈയിടെയായി എൻ്റെ രോഗി വളരെയധികം ശാന്തനായതുപോലെയുണ്ട്. ആ ദീനരോധനം കേൾക്കുന്നത് അയാളുടെ മുറിയിൽ നിന്നാണോ? പരിചാരകൻ മുറിയിലേക്ക് കുതിച്ചെത്തി. റൺഫീൽഡിന് എന്തോ അപകടം പറ്റിയിരിക്കുന്നു. ആ ദീനരോധനം അവനും കേട്ടു അത്രേ. മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ റൺഫീൽഡ് തറയിൽ കമിഴ്ന്നു വീണ് കിടക്കുന്നു. ആകെ രക്തത്തിൽ കുളിച്ചിട്ടുണ്ട്. ഞാൻ ഉടനെ പോകട്ടെ?